കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ശ്രീകോവിലിന് മുമ്പിൽ ഭഗവാന്റെ തിരുനടയിൽ അനിരുദ്ധന്റെ വലതുവശം ചേർന്ന് നിന്നു ചാന്ദിനി. ഓഫ് വൈറ്റ് ഷർട്ടും കസവും മുണ്ടുമാണ് അനിരുദ്ധന്റെ വേഷം. ഒരൊറ്റ നോട്ടം പരസ്പരം മിഴികളിടയുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ കലങ്ങി. 1-2 വർഷങ്ങളൊന്നുമല്ല, 5-10 വർഷങ്ങളുമല്ല. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ഇരു മനസ്സുകൾ ഉറപ്പിച്ചെടുത്ത് നിന്നാണ് ആരുടെ പ്രണയം ഇപ്പോൾ ഒരു സ്വപ്നം പോലെ സഫലമാവാൻ പോകുന്നത്. അതും സ്വന്തം മകൻ സാക്ഷിയായി. പൂജിച്ച ആലിലത്താലെ അനിരുദ്ധൻ പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അവന്റെ നോട്ടം പാർത്തിയിലേക്ക് പോയി. മനസ്സ് നിറഞ്ഞ ചിരിയോടെ അനിരുദ്ധന് നേർക്കാണ് അവൻ നിൽക്കുന്നത്. ആദ്യം തന്നെ കണ്ടപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും പാച്ചുവിന്റെ മുഖത്തിൽ പൊളിയില്ലെന്ന് അനിരുദ്ധൻ അത്യധികം ആനന്ദത്തോടെ മനസ്സിലാക്കി. അവൻ അവന്റെ അച്ഛനെ സ്വീകരിച്ചിരിക്കുന്നു. എന്നാലും ചന്തുവിനോട് പോലെ സ്വാതന്ത്ര്യത്തോടെ അവൻ ഇടപെട്ട് തുടങ്ങിയിട്ടില്ല. അച്ഛനെന്ന് മറ്റുള്ളവരോട് പറയുമെങ്കിലും അച്ഛ എന്നും തന്നെ ആ കള്ളത്തെ മടിതര വിളിച്ചിട്ടില്ല. ചന്തുവിന്റെ അനിയേട്ടൻ എന്ന് തന്നെയാണ് ചെക്കന്റെ വിളി ഇപ്പോഴും. പക്ഷേ അനിരുദ്ധന് അതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അധികം വൈകാതെ തന്നെ അവനിൽ പിന്നെയും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അയാൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. മുഹൂർത്തായി. അനിരുദ്ധന്റെ കൈകൊണ്ട് ചാന്ദിനിയുടെ കഴുത്തിൽ താലി വീണു. സീമന്തരേഖയിൽ ചുവപ്പ് വരുന്നു. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ വിരൽ കൊണ്ടൊപ്പി ചാന്ദിനിയുടെ വിരിനെറ്റിയിൽ ചുണ്ടുകൾ അമർത്താൻ അനിരുദ്ധന് യാതൊരു നാണവും തോന്നിയില്ല. ഇത് അവരുടെ ദിവസമല്ലേ, അവരുടെ മാത്രം നിമിഷങ്ങൾ. അതിൽ മറ്റുള്ളവരെ കുറിച്ച് അനിരുദ്ധൻ എന്തിനാണ് ചിന്തിക്കുന്നത്? ചാന്ദിനിയുടെ കൈ പിടിച്ച് അനിരുദ്ധന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച പാർത്തിയാണ്. ആ ചടങ്ങ് അവനേക്കാൾ നന്നായിട്ട് ആർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? സദാശിവന്റെയും ഹരിപ്രിയയുടെയും കുടുംബം കൂടാതെ സുജാതയ്ക്കൊപ്പം അവരുടെ ആംഗ്ലയും കുടുംബവും വന്നിരുന്നു. ചാന്ദിനിയുടെ ഭാഗത്തുനിന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ അയാളോട് പറയാമെന്നാണ് സുജാത വിചാരിച്ചിരുന്നത്. എന്നാൽ അതിനു മുന്നേ പാർത്തി അവന്റെ പണി ചെയ്തിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് അതെല്ലാം ഭംഗിയിൽ തന്നെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ഫോട്ടോസ് എല്ലാം എല്ലാവരും ചേർന്ന് നിന്ന് എടുക്കുന്നുണ്ട്. മോളെ ഇങ്ങോട്ട് വാ, അനിരുദ്ധനാണ് വിളിച്ച്. അവൻ വിളിക്കുമ്പോഴെങ്ങനെ തിങ്കളിനെ ചെല്ലാതിരിക്കാൻ പറ്റും? ചെല്ലി ചേച്ചി എന്നും പറഞ്ഞ് പാർവതി അവൾ ഒന്നുകൂടെ അങ്ങോട്ട് തള്ളിവിട്ടു. അനിരുദ്ധന്റെ അരികിലാണ് അവൾ ചെന്ന് നിന്നത്. ചാന്ദിനിയുടെ അടുത്ത് പാർത്തി നിൽക്കുന്നുണ്ട്. അവന് വിളിച്ചാൽ അവൾ വരില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. പക്ഷെ അവന്റെ മനസ്സറിഞ്ഞ പോലെ അനിരുദ്ധൻ തിങ്കളിനെ വിളിച്ചിരിക്കുന്നു. ആ നിമിഷം തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കാൻ തോന്നി പാർത്തിക്ക്. എല്ലാവരും നിന്നും ഫോട്ടോഗ്രാഫർ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ഇത്ര വരെ നിന്നതിൽ പാർത്തിയുടെ മുഖത്ത് ഇങ്ങനൊരു ചിരി ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഒരു പെർഫെക്റ്റ് ഫാമിലി ഫോട്ടോ. ഇതുവരെ വെറുതെ പറഞ്ഞിരുന്ന പാർട്ടിയുടെയും തിങ്കളുടെയും കാര്യം അവിടെ വെച്ച് എല്ലാവരും സത്യമാണെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു. അധികം വൈകാതെ ഒരു കല്യാണവും കൂടെ കൂടാം. അനിരുദ്ധന്റെ വീട്ടുകാർക്കും കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അന്നുള്ള ഗൗരവം പിടിച്ചൊരു ദയമില്ലാതെ തങ്ങളെല്ലാവരെയും നോക്കുന്നവൻ തന്നെയാണോ ഇന്ന് ആ ഫോട്ടോക്ക് പോസ് ചെയ്ത് നിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ ആർക്ക് ബുദ്ധിമുട്ട് തോന്നി. അത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണമായതുകൊണ്ട് മാത്രമല്ല, തന്റെ അമ്മാവനപ്പുറം നിൽക്കുന്ന പെൺകുട്ടിയിൽ ദർശനയുടെ മിഴികൾ ഒഴുകി നടന്നു. വൺ പ്ലീറ്റിൽ ഉടുത്തിരിക്കുന്ന സാരിയിൽ ഒരുപാട് ചാമ്യങ്ങളെന്ന് പറയാനില്ലാതെ കാതിൽ വലിയ ജിമിക്കിയും കഴുത്തിലെ സ്വർണ്ണ ചെയിന്റെയും കയ്യിലെ സാരിക്ക് ചേരുന്ന വളകളുടെയും അലങ്കാരത്തിലും എന്തൊരു ഭംഗിയാണ് അവളെ കാണാൻ. ഒരുവിധം ഫോട്ടോസ് എല്ലാം അവിടെ വെച്ച് എടുത്തു കഴിഞ്ഞിരുന്നു. അവരുടെ ആ ഫാമിലി ഫോട്ടോയുടെ എടുത്ത് അനിരുദ്ധനും ചാന്ദിനി അപ്പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കൈത്തണ്ടയിൽ വീണ പിഴിയിൽ തിങ്കൾ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ഫോട്ടോ എടുക്കണോ എന്നുള്ള പറച്ചിൽ കൂടെ ആയത് തിങ്കൾ അവന്റെ കൈ വിടുവിച്ച് പോകും മുന്നേ 2-3 ഫോട്ടോകൾ അവരെടുത്തു കഴിഞ്ഞു. അവരുടെ ഈ ഫോട്ടോക്ക് പോസ് ചെയ്തുള്ള നിൽപ്പണ്ടാണ് ശ്രീപ്രിയ അർച്ചനയും മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്ന്. അർച്ചന മോളെയും ശ്രീപ്രിയയും ചാന്ദിനി കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. താരവരോട് പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ പോരുക തന്നെ ചെയ്തു. ശ്രീത്ത് വീട്ടിലുണ്ട്, റെസ്റ്റിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പറ്റിയ ആക്സിഡന്റ്. അവന്റെ മുതലാളി ജയരാജനും ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ. ഇങ്ങോട്ട് വന്നപ്പോൾ മുന്നിലെ കാഴ്ച കണ്ടപ്പോൾ താൻ വന്ന് എന്തായാലും നന്നായി എന്ന് തോന്നിപ്പോയി ശ്രീപ്രിയക്ക്. അല്ലെങ്കിൽ പിന്നെയും പാർത്തിയേട്ടനെ മനസ്സിൽ കൊണ്ടുനടന്നേനെ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടൊന്നും വിശ്വസിച്ചിരുന്നില്ല അവൾ. തിങ്കളിനെ കുറിച്ച് ആളുകൾ പലതും പറയുമല്ലോ. പക്ഷെ ഇപ്പോൾ പാർത്തിയെയും തിങ്കളിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവൾക്ക് ബോധ്യമായി എല്ലാം സത്യം തന്നെയാണ്. നിറഞ്ഞുപോയ കണ്ണുകൾ ആരും കാണാതെ തുടച്ചു മാറ്റിയവൾ അർച്ചന മോളെയും കൊണ്ട് അവളുടെ കൂട്ടുകാരികളുടെ അടുത്തേക്ക് നടന്നു. മല്ലികക്കും ഗോപിനാഥനും ക്ഷണമുണ്ടായിരുന്നു. ശ്യാമിന്റെ ഗൾഫിൽ പോയിട്ട് 2 ആഴ്ചയാവുന്നു. തിങ്കളിനെയും പാർത്തിയുടെയും കാര്യം ഇപ്പോഴാണ് അവരും ഉറപ്പിച്ചത്. എന്നാലും തിങ്കളിനോട് അതേപറ്റി ചോദിക്കാൻ അവർ നിന്നില്ല. എല്ലാത്തിനും സമയമാകുമ്പോൾ അങ്ങ് നടന്നോളൂ. അമ്പലത്തിന്റെ ഊട്ടുപുരയിൽ തന്നെയാണ് കല്യാണത്തിന് വിളിച്ചവർക്കുള്ള സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിന് പപ്പടം വിളമ്പുന്ന മോന്റെ ഫോട്ടോ പറഞ്ഞെടുപ്പിക്കാൻ അവന്റെ കൂട്ടുകാരെല്ലാം അടുത്തുണ്ട്. അതിനൊപ്പം തന്നെ അവരും വിളമ്പുന്നുണ്ട്. 2ാമത്തെ പന്തിയിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്നു. അത്രയും ആളുകൾ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ.
തിങ്കൾ കഴിഞ്ഞ പന്തിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഇവർക്കൊപ്പം തന്നെയാണ് ഇരിക്കാൻ ചെന്നത്. പാർവതിയുടെ പിന്നാലെ പോകുന്നവളുടെ കയ്യിൽ പിന്നെയും പാർത്തിയുടെ പിടി വീണു. തിരിഞ്ഞവൾ നോക്കുമ്പോഴേക്കും അവൻ അവളെ പിടിച്ച് തനിക്കടുത്തേക്ക് ഇരുത്തി കഴിഞ്ഞു. ആൾക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവരുടെ അടുത്തുള്ള കസേരയിൽ പാർവതിയും വന്നിരുന്നു. ആൾക്കപ്പുറം പ്രണവും മിഥുനും സൂരജും ആകാശവും ഒക്കെ കയറിയിരുന്നു കഴിഞ്ഞു. എല്ലാം ചെറിയ പ്ലാനിങ് ഒക്കെ തന്നെയാണല്ലോ. എനിക്ക് എന്താ പാർത്തി, ആളുകൾ ശ്രദ്ധിക്കുന്ന കാണുന്നില്ലേ? ആൻ പിടിച്ചു വെച്ചിരിക്കുന്നവരുടെ കൈ തിങ്കൾ വലിച്ചെടുത്തു. ഞാൻ ആളുകളെയൊന്നും നോക്കിയിട്ടില്ല. എന്റെ ഫുൾ കോൺസെൻട്രേഷൻ നിന്റെ അടുത്തല്ലേ. പിന്നെ അവര് നോക്കി എനിക്ക് എവിടുന്നാണ് നേരം? അടക്കി പിടിച്ച് തന്നെയുള്ള അവന്റെ പറച്ചിൽ തിങ്കൾ മുഖം വെട്ടി തിരിച്ചു. പപ്പടവും പഴവും 2 കൂട്ടം പായസമൊക്കെ ആയിട്ട് നല്ല സദ്യയായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് തിങ്കൾ കൈ കഴുകി ഇറങ്ങുമ്പോൾ ആവണിയും കല്യാണിയും അവളെ കാണാൻ എന്ന പോലെ പുറത്ത് നിൽക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖത്തെ തെളിഞ്ഞ ചിരി കണ്ട് തിരിച്ചിരിക്കാതിരിക്കാൻ അവൾ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ചിരിക്കുന്നത്. തിങ്കളിനെ പരിചയപ്പെടുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് അവർ വന്നത്. അനിരുദ്ധന്റെ ചേട്ടന്റെ മക്കളാണ് തങ്ങളെന്ന് അവർ പരിചയപ്പെടുത്തുമ്പോൾ തലയാട്ടിയതേയുള്ളൂ തിങ്കൾ. നിങ്ങൾ വന്നപ്പോഴുള്ള പാർട്ടിയുടെ നിൽപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആള് വലിയ സിഗ്മയാണെന്ന്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ആവണിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ തിങ്കളുടെ നെറ്റി വിളിഞ്ഞു. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചോ ചേച്ചി? അമ്മാവൻ ഞങ്ങളോട് വന്ന് വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നേ. കല്യാണി ആവേശത്തോടെ ചോദിച്ചോ. പെണ്ണിന് കാര്യം പിടികിട്ടിയതും എന്നവൾക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഉറപ്പിക്കുമ്പോ എനിക്ക് ആകെയുള്ള പെങ്ങന്മാരല്ലേ, ഞാൻ അറിയിക്കാണ്ടിരിക്കോ? ചിരിയോടെ പാർത്തി വന്ന് അവർക്കടുത്ത് നിന്ന് പറയുമ്പോൾ തിങ്കൾ അവനെ തുറച്ചു നോക്കി. ആവണിയും കല്യാണിയുടെ മുഖത്ത് നോക്കി നിറഞ്ഞ ചിരിയിരിച്ചു. പാർത്തി വന്ന് അവരോട് സംസാരിച്ചുകൊണ്ടുള്ള സന്തോഷമാണത്. അവർക്ക് ആങ്ങള എന്ന് പറയാൻ അവർ മാത്രമല്ലേ ഉള്ളൂ. അവരുടെ അമ്മയുടെ കുടുംബത്തിൽ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം പീക്കിരികളാണ്. എവിടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവൾ അച്ഛമ്മയുടെ അടുത്തേട്ടാ. കല്യാണിക്ക് അവനോട് മറുപടി പറയാൻ ആവേശമായി. പാർത്തി അവരോട് പേര്, അവർ പഠിക്കുന്നൊക്കെ ആയിട്ട് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അവരതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. തിങ്കളുടെ ആണെങ്കിൽ അവർക്കിടയിൽ കയറിയ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനുള്ള അവസരവും പാർത്തി കൊടുത്തില്ല. കൂടെ അവന്റെ കൂട്ടുകാരും വന്നതോടെ എല്ലാം ജഗവകയായി. കല്യാണം കഴിഞ്ഞ് തിരിച്ചവർ പാർത്തിയുടെയും ചാന്ദ്രിയുടെയും വീട്ടിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോവേണ്ടത്. നമ്മുടെ തറവാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് നീ ഇവിടെ വാങ്ങിച്ചിട്ടിരിക്കുന്ന വീട്ടിലേക്ക് പൊക്കൂടെ എന്ന് സുജാത ചോദിച്ചെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഇവിടെ തന്നെ താമസിക്കാമെന്നത് ഞങ്ങളുടെ 3 പേരുടെയും തീരുമാനമാണെന്നും അതിലിപ്പോൾ ആരും തറയിടാൻ വരേണ്ടെന്നും അനിരുദ്ധൻ തന്നെ പറഞ്ഞോടെ പിന്നെ സുജാത ഒന്നും പറയാൻ നിന്നില്ല. പാർത്തി തന്നെയാണ് അമ്മയെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് കയറ്റിയത്. അതും ചെയ്യാൻ യാതൊരു മടിയും അവനുണ്ടായിരുന്നില്ല. സത്യത്തിൽ അവരുടെ അച്ഛനും അമ്മയെക്കാളും കൂടുതൽ ഈ ദിവസം അവൻ സന്തോഷിക്കുന്നുണ്ടെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയും സന്തോഷത്തിൽ തന്നെയാണ് അവൻ. പാർത്തി കൊടുത്ത നിലവിളക്കുമായി അനിരുദ്ധനും ചാന്ദിനിയും ഒരുമിച്ച് വലതുകാൽ വെച്ച് കയറി അവരുടെ പുതിയൊരു ജീവിതത്തിന് അവിടെ തുടക്കം കുറിച്ചു. അങ്ങനെ ചടങ്ങുകളും തിരക്കുകളൊക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞുപോയി തുടങ്ങി. തിങ്കൾ ചാന്ദിനിയോട് പറഞ്ഞ അവളുടെ വീട്ടിലേക്കും പോയി. തൊട്ടടുത്ത വീടാണ് തിങ്കളുടെ എന്ന് കണ്ട് അനിരുദ്ധന്റെ വീട്ടുകാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം അവൾ മാത്രമല്ലേ അവിടെയുള്ളൂ. സംശയങ്ങൾ അവരുടെ മനസ്സിൽ നിരവധിയായി. അനിരുദ്ധനോട് തന്നെ ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. തിങ്കളങ്ങ് പോയതിനൊപ്പം പാർത്തിയും ഡ്രസ്സ് മാറി എന്തോ ആവശ്യത്തിന് ബൈക്കെടുത്ത് പുറത്തേക്ക് പോയതും തഞ്ചത്തിലെ സുജാത മനസ്സിലെ സംശയങ്ങൾ അനിരുദ്ധനോട് ചോദിക്കാൻ തയ്യാറെടുത്തു. അതെ, പാച്ചുവിന് ആ കുട്ടി ഇഷ്ടമാണ്. പാച്ചുവിന് മാത്രമല്ല, എനിക്കും ചന്തുവിനും. ഇതാണോ ഇത്രക്ക് അത്യാവശ്യമായിട്ട് അമ്മയ്ക്കിനോട് ചോദിക്കാനുള്ളത്? വാക്കുകളിൽ യാതൊരു മയവുമില്ലാതെയാണ് അനിരുദ്ധൻ തന്റെ അമ്മയോട് സംസാരിച്ച്. അതിന് കാരണമുണ്ട്. അവന് ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ ആ പെണ്ണേതാ, പാർത്ഥിവും അവളും തമ്മിൽ എന്താ ബന്ധമെന്ന് അടക്കി പിടിച്ച ശബ്ദത്തിലായിരുന്നു സുജാതയുടെ ചോദ്യം. നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. കല്യാണം ഉറപ്പിച്ചില്ലവരുടെ സമയമാകുമ്പോൾ ഉറപ്പിക്കും, നടത്തും. അപ്പൊ ഞാൻ അറിയിക്കുന്നുണ്ട്. ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ബന്ധം വെറുതെ. പാർത്ഥിമോനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ വെറുതെ ഒരു ആഗ്രഹം തോന്നിയിരുന്നു. നമ്മുടെ തെച്ചുമോളെ, അവൾക്കും പാർത്ഥിയോടൊരു താല്പര്യമുണ്ട്. കുട്ടികൾ രണ്ടും നമ്മുടെ അല്ലേടാ. ഒന്നും മടിച്ചായാലും സുജാത പറയുമ്പോൾ അനിരുദ്ധന്റെ മുഖം നേരത്തേലും മുറുകിയിട്ടുണ്ട്. ഉറപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ മോനെ വേറെ പെണ്ണ് ആലോചിക്കുന്നുണ്ടെന്നല്ല. അവന് ഇഷ്ടമുള്ള കുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അവന് ഇഷ്ടപ്പെടുന്നയാളെ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല, അത് എത്ര കാലം കഴിഞ്ഞാലും. പക്ഷേ എന്റെ മോന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും അമ്മയുടെ മനസ്സിൽ വേണ്ട. അതുപോലെ വേറെ ആർക്കെങ്കിലും അമ്മ മോഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അങ്ങോട്ട് തിരുത്തിക്കോ. പിന്നെ ഒരു കാര്യം കൂടെ, എന്റെ ജീവിതത്തിൽ ഇനി ആരുടെ ഇടപെടലുകൾ വേണ്ട. എല്ലാത്തിലും വന്ന് സഹകരിക്കുന്നതിന് നന്ദിയുണ്ട്, പക്ഷേ അഭിപ്രായങ്ങൾ വേണ്ട. പറയേണ്ടതെല്ലാം ഒന്നും ഒളിച്ചു വെക്കാതെ അനിരുദ്ധനെ എടുത്തടിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ തിങ്കളെ കുറിച്ച് കൂടുതൽ അറിയാൻ അവനോട് ചോദിക്കാൻ വെച്ച ചോദ്യങ്ങൾ പോലും വിഴുങ്ങിക്കൊണ്ട് സുജാത മൗനം പാലിച്ചു. അനിരുദ്ധൻ അവരെ നോക്കി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അനിരുദ്ധന്റെ അമ്മാവൻ, അതായത് സുജാതയുടെ ആങ്ങളെയും കുടുംബവും ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് പാലക്കാട്ടേക്ക് പോയിരുന്നു. ബാക്കിയുള്ളവർ വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞ് നേരെ അനിരുദ്ധന്റെ കായലോരത്തുള്ള വീട്ടിലേക്ക് പോയി.
അത്താഴം കഴിഞ്ഞ് പോവാമെന്ന് പറഞ്ഞാണ് അവരോട്. കുഴപ്പമില്ലടോ, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം എന്ന് അവർക്ക് 3 പേർക്ക് ഒരു പ്രൈവസി കൊടുക്കാൻ തീരുമാനിച്ച സദാശിവൻ തീർത്ത് പറഞ്ഞു. സുജാതയോടെങ്കിലും ചാന്ദിനോട് നിൽക്കാൻ പറഞ്ഞെങ്കിലും മകന്റെ നീരസ് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. വീട്ടിലെത്തിയതിനു ശേഷം സുജാത അവിടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെറുതായി ഒന്ന് പറഞ്ഞു. ആവണിയും കല്യാണിയും ഒരു പകപ്പോടെയാണ് ദർശനയെ നോക്കിയത്. അന്നൊരു തമാശയ്ക്ക് പാർത്തിയെണ്ണ വെച്ച് കളിയാക്കി പറഞ്ഞപ്പോൾ ഇവളത് സീരിയസ് ആയി എടുത്തിട്ടുണ്ടെന്നറിഞ്ഞ് അവർ ശരിക്കും ഞെട്ടി. മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ കൺസെപ്റ്റ് തന്നെ ഓൾഡാണ്. അപ്പോഴാണ് ഇവളിവിടെ. അതിനപ്പുറം അച്ചമ്മക്ക് ഇത് എന്തിന്റെ കേടാന്ന് കൂടെ അവർ ചിന്തിച്ചു. ഒന്നാമത് പാർത്തിയെണ്ണ അച്ചമ്മയോട് വലിയ താല്പര്യമില്ല. അപ്പോഴാണ് അതിന്റെ കൂടെ ഇതും. ഞങ്ങളോടും ചോദിക്കാൻ അമ്മ എന്തിനാ ഈ കാര്യം കൊണ്ട് കുഞ്ഞേന്റെ അടുത്തേക്ക് പോയത് എന്ന് ചോദിച്ച ഹരിപ്രിയയും സുജാതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ദച്ചുവിനെ പാർട്ടിക്ക് കൊടുക്കാൻ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും സുദർശേനും സന്തോഷം തന്നെയുള്ളൂ. പക്ഷെ ഇന്ന് ആ പെൺകുട്ടിയും പാർട്ടി ഒരുമിച്ച് കണ്ടിട്ട് അമ്മയ്ക്ക് പിന്നെ എങ്ങനെയാ ഇത് മുന്നോട്ടുണ്ടോന്ന് തോന്നിയത് എന്ന് ചോദിച്ച് നല്ലവണ്ണം തന്നെ ശബ്ദമുയർത്തി ഹരിപ്രിയ. കൂടെ ആങ്ങളെയായി കാണേണ്ടവനെ അതുപോലെ കണ്ടിരിക്കണമെന്ന് മകൾക്ക് താക്കീതും കൊടുത്തു. അവന്റെ ഭംഗിയിലും ആറ്റിറ്റ്യൂഡിലും അട്രാക്റ്റ് ആയി പോയതാണ് ദർശന. അല്ലാതെ കുടുംബിരി കൊണ്ട പ്രേമൊന്നും അവൾക്കില്ല. അതിനൊപ്പം പാർത്തിയേട്ടൻ തന്നെക്കാളും കൊള്ളാവുന്ന പെണ്ണിനെയാണ് സ്നേഹിക്കുന്നതെന്നുള്ള നല്ല കുശുമ്പും അതിപ്പോൾ അവിടെ അമ്മ തന്നെ മടക്കി അടിച്ച് കയ്യിലൊതുക്കി കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം കുഞ്ഞേണ്ണ ഇതൊന്നും പാർട്ടിയോട് പറയാൻ തോന്നരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഇന്ന് അവരോട് കുറച്ചെങ്കിലും ചിരിച്ചു വർത്തമാനം പറഞ്ഞവൻ പിന്നെ ഒരിക്കലും അവരോട് മിണ്ടില്ലെന്ന് ഹരിപ്രിയക്ക് അത്രയും പേടിയുണ്ടായിരുന്നു. ഹരിപ്രിയക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതുകൊണ്ട് കല്യാണിയാണ് ആളുടെ ചെറിയച്ഛനെ വിളിച്ച് പാർട്ടിയോടൊന്നും പറയില്ലേ എന്ന് പറഞ്ഞ്. പിള്ളേരെല്ലാവരും അനിരുദ്ധന് ഒരുപോലെയാണെങ്കിലും കല്യാണിക്കുട്ടിയോട് പ്രത്യേക വാത്സല്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ അനിരുദ്ധനോട് കാര്യം വിളിച്ച് പറഞ്ഞ് പറയില്ലെന്ന് അനിരുദ്ധൻ സമ്മതിച്ചപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായതും. പാച്ചു, ദേ ഇത് മോൾ കൊണ്ടുകൊടുത്തേ, ചപ്പാത്തിയും ചിക്കൻ കറിയാ. രാത്രി തിങ്കളിനോടൊന്നും ഉണ്ടാക്കേണ്ടെന്ന് ചാന്ദിനി പറഞ്ഞിരുന്നു. ഭക്ഷണം ഇവിടെ നിന്നാണെന്ന്. വേണ്ട എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും ചാന്ദിനി സമ്മതിച്ചില്ല. അവൾ ഇങ്ങോട്ട് വരാൻ മടി കാണിക്കുന്ന കരുതിയിട്ടാണ് പാർത്തിയോട് അങ്ങോട്ട് കൊടുക്കാൻ ചാന്ദിനി പറഞ്ഞ്. അതൊക്കെ ഞാൻ കൊണ്ടുകൊടുക്കാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് കൂടെ ഉള്ള ഇതിലേക്ക് കിട്ടോ. ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടുള്ള ചെക്കൻ്റെ വർത്താനത്തിൽ ചാന്ദിനിയുടെ മൂഞ്ചുളിഞ്ഞു. വേറൊന്നുമില്ല, ഇന്ന് ചന്തുവിന്റെ അനിയേട്ടനും ഒരുമിച്ചിരുന്ന് കഴിച്ചോ. ഞാനും എന്റെ തങ്കി അവിടെ നിന്ന് കഴിക്കുന്ന അവന് ഉദ്ദേശിച്ച്. ചാന്ദിനി അവനെ കണ്ണുരുട്ടിയെ നോക്കി തിരിച്ച് അടുക്കളയിലേക്ക് നോക്കുമ്പോൾ വാതിൽക്കൽ അനിരുദ്ധൻ ചിരിച്ചു നിൽപ്പുണ്ട്. അങ്ങനെ പാച്ചു അവനുള്ള ചപ്പാത്തിയും ചിക്കനും കൂടെ എടുത്താണ് തിങ്കളുടെ അടുത്തേക്ക് പോയത്. രാത്രിയിലേക്ക് ഭക്ഷണമൊന്നും വേണ്ടാത്തതുകൊണ്ട് തിങ്കളിന് അത്ര ജോലികളൊന്നുമില്ല ചെയ്യാൻ. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നപ്പോൾ മയങ്ങിപ്പോയിരുന്നവൾ. പിന്നെ ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞ് ഫോൺ നോക്കിയിരിക്കുമ്പോഴാണ് വാൾ ഹാങ്ങിലുള്ള ചില ക്രാഫ്റ്റുകൾ പിന്നെയും റീൽസിൽ കാണുന്നത്. മുമ്പും തിങ്കൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇഷ്ടമായി സമയം കിട്ടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചുമരിൽ ഭംഗിയിൽ തൂക്കാമെന്ന് വെച്ച് അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അവൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരു തോന്നൽ വന്നുകൊണ്ട് സിമ്പിളായി കാർഡ്ബോർഡ് വെച്ച് അവൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ നല്ലൊരെണ്ണം ഉണ്ടാക്കി. സമയം അപ്പോഴേക്കും ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് എവിടെ തൂക്കിയിടുന്ന ആലോചിച്ച് ചുറ്റും നോക്കുമ്പോൾ ഹാളിൽ മുൻവാതിലിനടുത്തായി മുകളിൽ ഭിത്തിയിലായി ഒരു ആണി ഫ്രീ ആയി കിടപ്പുണ്ട്. അതിൽ തന്നെ കെട്ടി തൂക്കിയിട്ടേക്കാന്നൊരു തോന്നലിൽ തിങ്കൾ സ്റ്റൂളും വലിച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്ന് പണി തുടങ്ങി. സ്റ്റൂളിൽ കയറിയിട്ടും ആണി കുറച്ചുകൂടെ മുകളിലാണ്. അതുകൊണ്ട് എത്തിക്കുത്തിയാണ് പെണ്ണിന്റെ നിൽപ്പു. കയ്യിൽ അവർക്കുള്ള ഫുഡും എടുത്തു വരുന്നവൻ നോക്കുമ്പോൾ തിങ്കളുടെ വീടിന്റെ മുൻവാതിൽ വെറുതെ ചാരിയിട്ടേ ഉള്ളൂ. ആദ്യം പെണ്ണിനെ വിളിക്കാൻ ചെക്കൻ വാ തുറന്നെങ്കിലും പിന്നെ അവൻ വേണ്ടെന്ന് വെച്ച് ആ വാതിൽ തള്ളി തുറന്ന് അങ്ങ് അകത്തേക്ക് കയറി. നേരെ അവന്റെ നോട്ട് ആദ്യം ചെന്ന് സ്റ്റൂളിന് മുകളിൽ നിൽക്കുന്നവളിലേക്ക് തന്നെയാണ്. പക്ഷെ അവളുടെ മുഖത്തേക്ക് എത്തിയിട്ടില്ല ചെക്കൻ്റെ നോട്ടം. മുകളിലേക്ക് പൊങ്ങിപ്പോയ പെണ്ണിന്റെ ഷോർട്ട് ടോപ്പിനുള്ളിലൂടെയാണ് അവന്റെ കണ്ണുകളങ്ങ് പോയത്. പെണ്ണിന്റെ പാവാടയാണെങ്കിൽ ഇച്ചിരി ഇറങ്ങിയും കിടക്കുന്നു. അവന് മുന്നിൽ അനാവൃതമായി കാണുന്ന ആഴമേറിയ ചുഴിയിൽ കൂടെ അവന്റെ നോട്ട് ഇറങ്ങിച്ചെന്നതേ പാർത്തിയുടെ ഉള്ളിലൂടെ ഒരു തരിപ്പങ്ങ് കയറിപ്പോയി. ആരോ വാതിൽ തുറന്ന പകപ്പിൽ തിങ്കൾ താഴേക്ക് നോക്കുമ്പോൾ ഒരനക്കവും നിൽക്കുന്ന പാർത്തി പെട്ടെന്ന് അവനെ കണ്ട് ഞെട്ടിയോടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ഹാങ് താഴെ പോയതിനൊപ്പം കാലും തെറ്റി അവളും താഴേക്ക് പോയതേ. കയ്യിൽ പാത്രം പിടിച്ചു നിൽക്കുന്നവനവളെ പിടിക്കാനും പറ്റിയില്ല. വീണ വീഴ്ച അവൾ പെട്ടെന്ന് നിലവിളിച്ചു പോയി. പാർത്തി അപ്പോഴേക്കും കൈയുള്ള പാത്രമൊക്കെ മേശപ്പുറത്ത് വെച്ച് അവൾക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പെണ്ണിന്റെ കയ്യിലും ഇടുപ്പിലും പിടിച്ച് വേഗം അവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയത്. വിടന്നെ ദേഷ്യത്തിൽ പറയലും അവന്റെ കൈ തട്ടി മാറ്റി ആ നെഞ്ചിലിട്ടൊരു കുത്തുകൊടുത്ത് തിങ്കൾ. അടങ്ങിയിരിക്കേണ്ട തങ്കി പറയലും അവൾ കുത്തിയതും തട്ടിയതൊന്നും കാര്യാക്കാതെ അവൾ അങ്ങനെയെ പൊക്കിയെടുത്താൻ അവിടെ കിടക്കുന്ന ചെയറിലിരുത്തി. നിന്നിപ്പോ ആരെ ഇങ്ങോട്ട് വിളിച്ചേ? ഇനി പൊറപ്പിച്ചു കഴിഞ്ഞു തിങ്കൾ അവൻ അടുത്തുനിന്ന് പിന്നെയും തള്ളി മാറ്റി. ചേട്ടോ, ഞാനറിഞ്ഞോ നീ നിന്റെ പുറത്തേരുന്ന് സർക്കസ് കളിക്കുകയാണെന്ന്. പെണ്ണിനെ കളിയാക്കി അവൻ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇപ്പോഴും കുറച്ചു മുന്നേ കണ്ട ചില കാഴ്ചകൾ അവനുള്ളിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടിലെ ചിരിക്കുമുണ്ട് ഒരു പ്രത്യേക ഭംഗി.
ഇങ്ങനെയാണോ മറ്റൊരു വീട്ടിലേക്ക് കയറി വരുന്നത്? തിങ്കൾ വീണുപോയതിന്റെ ദേഷ്യത്തിലും വേദനയിലും പിന്നെ അവനോട് ചൂടാവുന്നുണ്ട്. അതിന് എനിക്കിത് മറ്റൊരു വീടല്ലല്ലോ. കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ താഴെ വീണടക്കുന്ന അവളുണ്ടാക്കിയ ആ ഹാങ് കയ്യിലെടുത്തു. കൊള്ളാലോ സംഭവം. ഓ, ഇതൊന്ന് തൂക്കിയിടാനാണല്ലേ എന്റെ പെണ്ണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പറയലും അവൾ മറച്ചിട്ട് സ്റ്റൂൾ നേരെയാക്കി അവനതിൽ കയറി. അവനിപ്പോൾ ആ ആണിയുടെ ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. സുഖമായി അവനത് കെട്ടിത്തൂക്കി താഴെ ഇറങ്ങുമ്പോൾ മടങ്ങിപ്പോയ തന്റെ കാലിരുന്ന് തടവുകയാണ് തിങ്കൾ. വേറെ എവിടെ അവൾക്ക് വേദനയൊന്നുമില്ല. എന്താ എന്റെ തങ്കി കാണിക്കുന്നത്? ഇതൊക്കെ ചെയ്യാനല്ലേ ഞാനിവിടെ ഉള്ളത്. നീ ആ കാലിങ് കാണിച്ചേ. പറയലും അവൾക്കടുത്ത് മുട്ടൂത്തിയിരുന്നവൻ പെണ്ണിന്റെ കാലിൽ പിടുത്തമിട്ട് കഴിഞ്ഞു. തിങ്കൾ തടയും മുന്നേ അമർത്തി ആ കാലിനടി ഒഴിഞ്ഞെടുത്തവൻ തിരിച്ചതും ഒന്നുകൂടെ ഉയർന്നുപോയി പെണ്ണിന്റെ നിലവിളി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.